2025 നമ്മുടെ അസോസിയേഷൻ്റെ റിട്ടയേർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആദ്യത്തെ ടൂർ പരിപാടിയാണ് ഇന്ന് വരുന്നത്. നമ്മളൊരു ബോട്ട് യാത്രയാണ് നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ നമ്മുടെ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീവത്സൻ UP അവരെ ക്ഷണിച്ചു. ഈ എല്ലാവരെയും ആർദ്രമായി ഞാൻ നമ്മുടെ മെമ്പർമാരെ കൂടെയുള്ള സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഭാവി നടപടികൾക്കായി ജില്ലാ പ്രസിഡന്റ് ശ്രീ PP ലക്ഷ്മണൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കൊച്ചിയത്തിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. നമുക്ക് ഇത്തരം പരിപാടികൾ ഇതിനേക്കാൾ വലിയ ഇപ്പോൾ ബോട്ടിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ചെറിയ ഇതായിട്ട് പോകുന്നതേ ഉള്ളൂ. അതല്ലാതെ വലിയ രീതിയിൽ കപ്പലിലായാലും വിമാനത്തിലായാലും മറ്റുള്ള മേഖലയിലായാലും പോകാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. റിട്ടയർഡ് ചെയ്ത ആൾക്കാരെന്ന് വെച്ചാൽ സർക്കാർ സർവീസിലുള്ളതിനേക്കാൾ കൂടുതൽ സമ്പന്നന്മാരാണ്. അത് യാതൊരു തർക്കമില്ല, തർക്കം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സമ്പന്നന്മാരാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ആ സമ്പന്നതയിലൂടെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടി നമ്മൾ മുൻഗണന കൊടുക്കണം. അതിനു വേണ്ടിയുള്ള നിലപാടുകൾ റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസർ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി കൈക്കൊള്ളും. ആ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എല്ലാവരും സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾക്കൊക്കെ ഇനിയും സന്മനസ്സുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി മോനായിട്ട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, കൊച്ചുമോളുണ്ട്, കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിൽ അനഘയുണ്ട്. എല്ലാവർക്കും സലാം. അനഘയുണ്ട്, കൊച്ചുമോളുണ്ട്, പേരുമാൾ തന്മി. നമ്മൾ ടൂർ പരിപാടികളും മറ്റു പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്ത് വരുമ്പോഴേ എല്ലാ മെമ്പർമാരുടെയും പങ്കാളിത്തം വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കാറ്. പക്ഷേ എല്ലാവരും തന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ റെഡി എന്ന് പറഞ്ഞവരൊക്കെ അവസാനം ഞാൻ റെഡിയല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അത് വളരെ ഖേദകരമായിപ്പോയി. കാരണം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എത്തിച്ചേരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിത് പിന്നെ എല്ലാവരും പറയും അടുത്ത ടൂറ് അടുത്ത കൊല്ലത്തെ ടൂറ്. ഇവിടെയൊക്കെ ധാരണ എല്ലാ കൊല്ലവും ഇവർക്ക് മാത്രമാണെന്നാണ്. നമ്മളിത് തീരാൻ പോകുന്ന വണ്ടിയാണെന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. ഇത് എപ്പോഴും ലോട്ടറിക്കാരൻ പറയുന്നത് നാളെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് നാളെ ഇല്ല എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. പിന്നെ എന്താ പറയണ്ടത്, പൈസയുടെ കാര്യം ഞാൻ എൻ്റെ ഭാര്യയോട് എപ്പോൾ പറയും, നമുക്കെന്തിനാ പൈസ മക്കൾക്ക് കൊടുക്കണ്ട, പിന്നെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടി വെക്കണ്ട. പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ശീലിച്ച് അവർ തിന്നാതെ കുടിക്കാതെ കണ്ട് പണം സ്വരൂപിച്ച് അവസാനം അവർ ലോകവും കണ്ടില്ല. അവസാനം ഒരുപാട് പട്ടിണിയും പോലെ രീതിയിൽ മരിച്ച ആൾക്കാർ ഇഷ്ടംപോലെ കാണും. നമുക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ഒരുവിധം നല്ല ഭാഗ്യവാന്മാരാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ ഇനിയുള്ള കാലം നാളേക്ക് വെക്കാതെ എല്ലാവരും ഇന്നേക്ക് വെക്കുക. ഇന്നത്തെ പരിപാടി ആസൂത്രണം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ലോട്ടറിയുടെ സ്വഭാവം നമ്മൾ കൂടെ ഇനി എന്തെങ്കിലും പ്രോഗ്രാം വെക്കുമ്പോൾ എന്നോട് ഒരുപാട് അടുത്ത പരിപാടിക്ക് ഞാൻ അടുത്ത പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോലുമില്ല. അതിന് ഇപ്പോഴേ ഉറപ്പ് പറഞ്ഞു. തലേ ദിവസം പറയാമല്ലോ നോ. അപ്പോൾ അത് ആ നയം മറ്റുള്ള സുഹൃത്തുക്കളോട് നിങ്ങളും കൂടി എല്ലാവരും കൺവേ ചെയ്യണം. അവരോടൊക്കെ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുകൂടുമ്പോഴാണ് നമുക്കൊരു നമ്മളെ ഒരു പ്രായത്തിൽ പിന്നെ 60-70 വയസ്സായ ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മൾ അതിന് ഒരു വയസ്സ് കുറഞ്ഞതായിട്ട് തോന്നാനുള്ള ഒരു നല്ലൊരു ഇപ്പം ഞാനിത് ഭയങ്കര പ്രഷറിലുള്ളതാണ്. എന്തൊരു ആവേശം മനസ്സ് നിറയെ ആവേശമാണ്. കാരണം എന്തൊരു 10 വയസ്സ് കുറഞ്ഞ ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ആ സന്തോഷം പങ്കിടാൻ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും അടുത്ത നമ്മുടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല
നമ്മുടെ പിന്നെ മക്കളും ചെറുമക്കളെയും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്നിപ്പോൾ വത്സൻ സാനന്ദേട്ടനൊക്കെ ചെറുമക്കളെ അടക്കം മകളെയും ചെറുമക്കളെ അടക്കം എത്തിച്ചത് മോളാണ് മോളിൽ ഞാൻ ചെറുമോളല്ലാന്ന് പറയാം എന്നെ ചെറുമോളാക്കല്ല മകള് എല്ലാം നല്ല എൻ്റെ വായനക നല്ലൊരു പിന്നെ ഗായികയാണ്, ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച കുട്ടിയാണ്. മറ്റേ ഇതുപോലെ സിവിൽ എൻജിനീയറിങ്ങിൽ PG നേടിയ കുട്ടിയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗായികയാണ്, അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ മൈക്ക് നമുക്ക് അനികയ്ക്ക് വിട്ടുകൊടുക്കണം. അനിക ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇനി ആൾക്കാർക്ക് സംസാരിക്കാനുണ്ട്. അടുത്ത പരിപാടി നമുക്ക് അടിയന്തരമായി ആസൂത്രണം ചെയ്യണം. ഇന്ത്യയുടെ സർവസ്വവുമായ എൻ്റെ സർവീസ് ഗുരുവും കൂടിയായ ശ്രീ VG സർ, ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അത്യന്തം ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് നാം ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രീ മോഹൻജി പ്രസംഗിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഹാഭാരതത്തിലെ കഥയാണ്. ഇതൊക്കെ നടന്നതാണ്. മഹാഭാരതത്തിലെ ധർമ്മപുത്രൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ധർമ്മപുത്ര കാണാൻ വേണ്ടി ഒരാൾ വന്നു. കുറച്ചകലായി അതിശക്തവാനായ ഭീമസേന ഇരിക്കുന്നുണ്ട്. ഇത് കാണാൻ വന്ന ആളോട് പറഞ്ഞു, ഈ ധർമ്മപുത്ര ഇന്നിപ്പോൾ സംസാരിക്കാൻ സമയമില്ല, നാളെ രാവിലെ വരുമെന്ന്. ഇത് കേട്ടത് ഈ ഭീമസ ഒറ്റ ചിരിപ്പും അചാനമാകുമല്ലേ. അവിടെ എല്ലാം കോലാഹലമുള്ള ശബ്ദം കേട്ടു. എല്ലാവരും ഓടി വന്നു. എന്തേ അല്ല എൻ്റെ ഏട്ടൻ ഇത്രയും വലിയ ഭാഗ്യവാനല്ലേ എന്നിട്ടാണ് ഞാൻ ചിരിച്ചത്. എൻ്റെ ഏട്ടൻ നാളെ വരെ ജീവിക്കുന്ന ഏട്ടൻ അറിയും പോലും. നമുക്ക് ആർക്കും അറിയാം നാളെ വരെ ജീവിക്കുന്നത് അറിയില്ല. വള്ളം ഭീമസേനോട് പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ നമ്മൾ നാളെ അടുത്ത പരിപാടി എന്താ ഇന്നത്തെ പരിപാടിക്ക് എന്താ കുഴപ്പം? നൗ ചിന്മയാൻ സ്വാമി ശ്രീ രവിശങ്കറും എൻ്റെ മകൻ മൂത്ത മകൻ ശ്രീ രവിശങ്കർ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബാംഗ്ലൂരുണ്ട്. അവരുടെ പ്രസ്ഥാനത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നൗ വൈ ആർ യു വെയിറ്റിംഗ് ഫോർ ടുമാറോ ടുഡേ ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മൾ എന്തിനും തയ്യാറാവുക ഇപ്പം തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ മോഹൻജിക്കും നമുക്കെല്ലാം 10 വയസ്സ് കുറഞ്ഞില്ലേ ഈ ഒരു പരിപാടിക്ക് വന്നപ്പോൾ. ഇവൾക്ക് പേർക്ക് ഇനി ഞാനും ചെറിയ കുട്ടി ഈ 2 പോകണല്ലോ വേണ്ട. അങ്ങനെ മനസ്സിൻ്റെ ചെറുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നത്, ഇങ്ങനെ സംഗമം സംഘടിപ്പിക്കുന്നത്. അത് നമ്മളൊരു വലിയൊരു ഒരു ശക്തി കിട്ടും. മനുഷ്യന് കേവലം ഭക്ഷണം മാത്രം കഴിച്ചാൽ ശക്തി കിട്ടില്ല. ഇത്തരം ചില സത്സംഗമുണ്ട്. അതായത് വിവേക ചൂടാമണിയിൽ ദുർലഭം ത്രയമേവൈത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ എന്ന ശ്ലോകമുണ്ട്. ഇങ്ങനെ പലരെയും കാണുക അത് അപൂർവമായ സംഭവമാണ്, അത് മഹാഭാഗ്യവുമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ കാണുകയും സംഗമിക്കുകയും സംസാരിക്കുകയും പാടുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. അപ്പോൾ എന്തായി നമുക്കെല്ലാം ഒരു ശക്തി വരും. അതിനാണ് നടക്കുന്നത്. ഇങ്ങനെ റിട്ടയേർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻകാർ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ചിലർ എന്നെ അഭിനന്ദിച്ചു. കാരണം ഞാൻ വേറെ സംഘടനയിൽ 2-3 അവർക്കൊന്നും സഹായിച്ചില്ല. എൻ്റെ ഭാര്യ കോളേജിലുള്ള ആൾക്കാർ കൂടിയിട്ട് ഒരു തവണ പോയി, ഇനിയും അടുത്ത ആഴ്ചയും അവർ കോളേജിൽ പഠിച്ചവർക്ക് ഒരു ആവേശമാണ് അവരെ സക്സസ് കോളേജുകാർക്ക്. ഇത് നമ്മളിങ്ങനെ നാളെ എന്നുകൊണ്ട് മോഹനൻജി പറയാൻ തുടങ്ങി കുറേ പറ്റി സാധാരണ ഭയങ്കര ശക്തവാനായിട്ട്. എനിക്കൊന്ന് ഇവിടെ ഏറ്റവും വയസ്സ് കൂടി ഞാനും വയസ്സ് കുറഞ്ഞത് നമ്മളെ തന്മയാണ് സംശയമുണ്ട് അല്ലേ? ഉച്ചത്തെ നിങ്ങളെ മുതിർന്നല്ല. ഈ റിട്ടയേർഡ് ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇന്നത്തെ സംഗമത്തിനും ഈ യാത്രാ സംഗമത്തിനും എല്ലാവിധ ആശംസകളും എന്നെ ക്ഷണിച്ച് നന്ദി, നമസ്കാരം. വളരെ കാലം കൂടിയിട്ട് നമ്മൾ ഈ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരു സംഘാടകൻ എന്ന നിലയിൽ വിജയന് പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പങ്കെടുത്ത ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ആളുകളിൽ ദൈനംദിനം രാവിലെ എഴുന്നേറ്റ് ഉറക്കത്ത് പോലും പ്രശ്നമുള്ള ആൾക്കാരാണ് നമ്മൾ. ഉറക്കത്ത് ചാടി എഴുന്നേറ്റിട്ട് നമ്മൾ ചിന്തിക്കും നാളെ എന്താണ്, മറ്റുള്ള കാര്യങ്ങൾ എന്താണ് എന്നാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും. ഇന്നലെ രാത്രി
വീടിൻ്റെ കുറച്ച് എന്തൊക്കെയോ അഡീഷണൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കിനെ കുറിച്ച് ചിന്തിച്ച് രാവിലെ പണിക്കാർക്ക് കൊടുക്കണം നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് അത് എന്തൊക്കെ കൊടുക്കണം, അവർ വരുമ്പോഴത്തേക്ക് ഇനി ചെല്ലുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അവർ ചെയ്തു വെക്കുക എന്നുള്ളതൊന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ എപ്പോഴും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ച് ഓടിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു. എൻ്റെ പേര് ദാമോദരൻ. പറയാനില്ലാതെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റുന്നത്. ദാമോദരൻ. സ്വദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറത്ത്, താമസിക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ കാഞ്ഞങ്ങാട്. ഇപ്പോൾ രണ്ടിനും ഇടയിലുള്ള ഒരു ത്രിശങ്കുലാണ് എനിക്കുള്ളത്. സ്വദേശത്തേക്ക് തിരിക്കുക എന്നുള്ളൊരു ഒരു ടെൻഡൻസി വന്നു. മക്കളൊക്കെ രണ്ടാളും രണ്ട് വഴിക്ക് പോയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ മാത്രമായപ്പോഴത്തേക്കും അവിടെ മുഖം നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ കാര്യങ്ങൾ. സർവീസിൽ ഗവൺമെൻറ് പോളിടെക്നിക് തോട്ടട ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് 11 റിട്ടയർ ചെയ്തു. ഈ സംഘടനയിൽ ഞാൻ ചേരുന്നത് സംഘടനയുടെ ഏകദേശം ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു ദിവസം എൻ്റെ സർവീസ് പീരീഡിൽ തന്നെയുള്ള എൻ്റെ നല്ലൊരു സുഹൃത്തായ അഴീക്കോട് സ്വദേശി ശ്രീ ലക്ഷ്മണൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, മുരളി എനിക്ക് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തുകൂടെ? അപ്പം തന്നെ ഞാൻ ലക്ഷ്മണനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് നമ്മളെ സദാനന്ദേട്ടൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആദ്യം സൂചിപ്പിച്ചത്. പൊളിറ്റിക്സ് ഇല്ലാത്തൊരു സംഘടനയാണതെന്ന്. ഞാൻ പറഞ്ഞു, ലക്ഷ്മണ ഞാൻ ചേരാൻ മോനെ, ഈ പൊളിറ്റിക്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആർഗ്യുമെൻറ്റും കൗണ്ടർ ആർഗ്യുമെൻറ്റും അതുപടിയുള്ള അടിപിടി ഉണ്ടെങ്കിൽ പിന്നെ ഞാനതിലേക്കില്ല. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, എല്ലാ സംഘടനയുടെ ആൾക്കാരും ഉണ്ട്, പൊളിറ്റിക്കലി എല്ലാവരും ഉണ്ട്. പൊളിറ്റിക്കൽ ബിലീഫുള്ള പല പൊളിറ്റിക്കൽ പാർട്ടീസിൽ ബിലീഫുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സോ ഒരിക്കലും ഈ ഗ്രൂപ്പിലില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നത്. യഥാർത്ഥത്തിൽ പിന്നീട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ഗ്രൂപ്പിൽ ചേർന്നില്ലായിരുന്നുവെങ്കിൽ അതെനിക്കൊരു വലിയ നഷ്ടമാകുമായിരുന്നു. കാരണം അത്രയും നല്ലൊരു ഹൃദ്യമായ ഒരു ബന്ധമാണ് ഇതിലെ അംഗങ്ങളുമായുള്ളത്. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്നൊരു സമയത്ത് നമ്മളെ മോഹനാട്ടിൻ്റെ കൊച്ചുമകനായ ആദിയുടെ നേതൃത്വത്തിലാണ് നമുക്കൊരു ഗൂഗിൾ മീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടിയത്. ആ കുട്ടിയുടെ ജന്മദിനം ഇന്നേ ദിവസം വരുന്നു എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം, അല്ലെ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം. ഏതായാലും അക്കാര്യത്തിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കുറേ കാലമായി നമ്മളൊരു ടൂർ, നേരത്തെ പലരും പറഞ്ഞ പോലെ ഒരു ടൂർ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് എല്ലാത്തിനും മേലെ ഓരോ സമയമുണ്ടല്ലോ. ഇന്നായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ മുഹൂർത്തം സർവേശ്വരൻ കുറിച്ചിട്ടുള്ളത്. ഏതായാലും കൂടുതൽ ഞാൻ പറഞ്ഞ് വലിച്ച് നീട്ടുവാൻ ആഗ്രഹിക്കുന്നു. പോലീസ് DIGയുടെ ഓർഡിനൻസ് അസിസ്റ്റൻ്റായിട്ട് ശേഷം പറ്റും. പിന്നെ എൻ്റെ ഭാര്യ നിർമ്മല ഇവിടെയുണ്ട്. അവൾ SP-യുടെ ഓഫീസിൽ ക്ലർക്ക് ഓഫീസർ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് പറയുകയെന്ന് വെച്ചാൽ 2 മക്കൾ, രണ്ടുപേരും IT ഫീൽഡിൽ ജോലി ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ മക്കൾ. അതാണ് കുടുംബത്തിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു എവരിബഡി. ഞാൻ മലപ്പുറം സ്വദേശിയാണ്. എൻ്റെ അയൽവക്കക്കാരനായിട്ട് ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്നതാണ് ദാമോദരനും ഭാര്യയും. ഒന്നിച്ചാണ് വന്നിട്ടത്. ഞാൻ നമ്മൾ സംഘടനയുടെ ഒരു യോഗത്തിൽ ഇങ്ങനൊരു ടൂറ് ആസൂത്രണം ചെയ്യണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏകദേശം ആയിരുന്നു. എന്നാലും ഒരു 50% ആവുന്നതിൻ്റെ പലരും നിസ്സഹകരണം പറഞ്ഞതുകൊണ്ട് അതവിടെ നിർത്തുമായിട്ട് ഞാൻ റിട്ടയർ ചെയ്തിട്ട് 12ാമത്തെ വർഷമാകാൻ പോവാം. 2013 റിട്ടയർ ചെയ്തതാണ്. ഈ കഴിഞ്ഞ ഈ വർഷം 2024 നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച കർഷകശ്രീ അവാർഡിൽ, ജില്ലാ അവാർഡിൽ ഞാനുണ്ടായിരുന്നു. നേരത്തെ അതിനൊരു സൂചന ശ്രീവത്സൻ തന്നിട്ടുണ്ട്. അതൊക്കെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വക ഉണ്ടായിരുന്നു. പിന്നെ MLAയുടെ ഒരു എക്സലൻ്റ് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ മലപ്പുറം പഞ്ചായത്ത് കൃഷി വകുപ്പിൻ്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. 3 അവാർഡ് നടത്താൻ കഴിഞ്ഞില്ല. 2025 ആദ്യത്തെ ടൂറായിട്ട് നമുക്കിത് പരിഗണിക്കാം. ആദ്യത്തെ ടൂറായിട്ട് നമുക്കിത് പരിഗണിക്കണം. ഇനിയും ഈ വർഷം ഒരു ടൂർ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ
നവംബർ ഡിസംബർ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം. നേരത്തെ ആര് പറഞ്ഞ പോലെ ബോട്ട് തുടങ്ങി വിമാനത്തിൽ പോയി കപ്പലിൽ ഇറങ്ങാൻ, കപ്പലിലേക്കാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു യാത്രക്കുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ KSRTC മുതലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഈ ടൂറിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഒന്നുകൂടി സ്വാഗതം പറയുകയാണ്. ഇന്നത്തെ പറഞ്ഞ എൻ്റെ അമ്മാജി നമ്പ്യാരെ, ഞാനൊരു സ്കൂൾ ഹെഡ്മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ സാമൂഹ്യ സേവനങ്ങളും കൂടാതെ ആകാശവാണിയിലെ സുഭാഷിതം അവതരിപ്പിക്കാറുണ്ട്. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നു, അല്ലാതെ മറ്റു പാട്ട് പഠിക്കുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ പേര് ഇടയ്ക്ക് വരും പോവും എന്നല്ലാതെ കൃത്യമായിട്ട് അവരെ കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കഴിയുന്നത്ര ഉല്ലാസപ്രദമായി. നമസ്കാരം, എൻ്റെ പേര് നിർമ്മല, ഭാസ്കരേട്ടൻ്റെ ഭാര്യയാണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെൻഷനായിരുന്നു. മക്കളെ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ പേര് സ്മിത, മോഹൻ എന്നൊരു ഭാര്യയാണ്. യാത്രയിൽ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രസീത, ലക്ഷ്മണൻ ഇവരുടെ ഭാര്യയാണ്. അഴീക്കോടാണ് എൻ്റെ സ്വദേശം. കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു. കേന്ദ്രീയ വിദ്യാലയം മാഹിയിലാണ്. യാത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം, എൻ്റെ പേര് വത്സല, മുരളീധരൻ്റെ ഭാര്യയാണ്. ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ഇതേപോലെ എൻ്റെ SLC ബസ്സിൻ്റെ കൂടെ ഓടിയാത്ര നടത്തിയിട്ടുണ്ട്. വഴി തന്നെ ഞാൻ പഠിച്ചതെല്ലാം തളിക്കുമ്പോൾ കാണുന്നതാണ്. വളരെയധികം സന്തോഷം തോന്നി. കൂടുതലൊന്നും പറയാനില്ല. നമസ്കാരം. ഞാൻ ശ്രീവത്സൻ എന്ന് പറഞ്ഞ ആളെ ഭാര്യയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ആതിര, പ്രേമലത, കൊച്ചത്ത് സുധാൻ ഭാര്യയാണ്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10-12 വർഷമായി. നമ്മളിങ്ങനെ ആഘോഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ചെറിയ മകളും കൂടെയുണ്ട്. ഈ യാത്രയിൽ എല്ലാവരും ആശംസകൾ നേർന്നു. എൻ്റെ പേര് അനക ശ്രീവത്സൻ. ഞാൻ ശ്രീവത്സൻ മോളാണ്. ഞാനിപ്പം അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കൈതപ്പുറം എന്ന് പറഞ്ഞ കോളേജിൽ. ഞാൻ പഠിച്ചൊക്കെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ തന്മയ്. ഞാൻ ഇനി 7ാം ക്ലാസ്സിലേക്ക് പോവാണ്. എൻ്റെ വീട് അഴീക്കോട്. പഠിക്കുന്ന ചിന്മയ വിദ്യാലയ, ചാല, ഗോവിന്ദഗിരി. അച്ഛൻ്റെ കൂടെ വന്നതാണ്. അമ്മേൻ്റെ പേര് പിഞ്ചുലത, അച്ഛൻ്റെ പേര് സുമിൽ രാജ്. താങ്ക് യു. ചിന്മയം പഠിക്കുന്ന മോൾ അച്ഛൻ
കർത്താവേ